ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുക്കിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് ആണെന്ന്. ഞാൻ ഇന്ന് എൻ്റെ ഈ കൊച്ചു മുഖത്ത് ഞാൻ ഒരു പാക്ക് ഇടാൻ പോവാണ്. ഫേസ് പാക്ക് ഇടാൻ പോവാം. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോവാം. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടിയും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കിച്ചണിലുള്ള സാധനം തന്നെയാണ് കാപ്പിപ്പൊടിയും കോഫി പൗഡർ. ബ്രൂ കോഫി തന്നെ വേണമെന്നില്ല, കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. നെസ്കഫി ആണെങ്കിലും കുഴപ്പമില്ല, കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, ബ്രൂ കോഫി ആണെങ്കിലും കുഴപ്പമില്ല. സാധാരണ എല്ലാവരും ബ്രൂ കോഫി വെച്ചാണ് ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കാപ്പിപ്പൊടി പഞ്ചസാരയും പാലും കൂടി ഒഴിച്ചിട്ട് ഒരു മസാജിങ് ആണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം. പഞ്ചസാര നമ്മുടെ വെള്ള പഞ്ചസാര അല്ല, ഓക്കെ, ബ്രൗൺ പഞ്ചസാരയാണ്. അതപ്പോൾ ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുവാണ് പഞ്ചസാര. ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ടു. ഇനി വേണ്ടിയത് നമുക്ക് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നമ്മുടെ നാട്ടിലെ അതേ കാപ്പിപ്പൊടി തന്നെ. കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. കാപ്പിപ്പൊടി ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് പാലാണ്. പാല് നമ്മുടെ പശുവും പാല്, നമ്മുടെ നാട്ടിലെ പശുവിനെ കറന്നെടുത്ത പാലൊന്നുമല്ല. ഇവിടെ കിട്ടുന്ന നമ്മുടെ പാക്കറ്റിലെ പാല് കണ്ടോ. അപ്പോൾ ഇതാണ്. നമുക്കിത് ശകലം ഒഴിച്ചു കൊടുക്കാം, ഒത്തിരി വേണ്ട ഇത്. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണേ. പഞ്ചസാര അരിയണ്ടേ, ആ പഞ്ചസാര അരിയും വരെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിത് മുകളിലിങ്ങനെ പൊക്കി വെച്ചേക്കും കേട്ടോ. തിളക്കത്തിലാണ് പോയിരിക്കുന്നത്. ഇച്ചിരി പാല് കൂടിപ്പോയോ എന്ന് സംശയം കേട്ടോ. ഫസ്റ്റ് ഇടുന്നത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും പിന്നെ പാലും കൂടിയാണേ. പിന്നെ രണ്ടാമതിടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് എൻ്റെ പൊട്ടിങ് എടുക്കട്ടെ. ഇപ്പം എൻ്റെ മുഖം കണ്ടല്ലോ നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കഴുത്തിനും ഒക്കെ ഇടേണ്ടതാണേ. പക്ഷെ ഞാൻ കഴുത്തിന് ഇടുന്നില്ല, കാര്യം എൻ്റെ ഡ്രസ്സിലൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ കഴുത്തേൽ ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ഇടുമ്പം കഴുത്തേൽ, ഇപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇടുമ്പം നിങ്ങൾ കഴുത്തിനിങ്ങനെ ചുറ്റും ഇടാം കേട്ടോ. അപ്പം ഞാൻ കഴുത്തിനിട്ട് കാണിക്കുന്നില്ല, കാര്യം എൻ്റെ ഡ്രസ്സിലൊക്കെ ആവും. ഞാൻ കഴുത്തിനോട്ടിടുന്നില്ല. നിങ്ങൾക്ക് കഴുത്തിനൊക്കെ ഇട്ട് നല്ല കുറേ ടൈമും വെച്ചേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
അപ്പം ഞാൻ എൻ്റെ ഉടുപ്പയിൽ ശകലം വീണ് കേട്ടോ. പൊട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ 2 കൈ കൊണ്ട് മസാജ് ചെയ്ത് കയ്യേക്ക് കഴുകും. നമ്മളെപ്പോഴും മുഖത്തുനിന്ന് കീപ്പോട്ട് മസാജ് ചെയ്യരുത്, മേപ്പോട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറേ നേരം വയ്ക്കാം മുഖത്ത് കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തത് കാരണം ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ ടൈം ഇങ്ങനെ മസാജ് ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ വേണം ചെയ്യാൻ. കുറേ ടൈം മസാജ് ചെയ്ത് ഇങ്ങനെ മുഖത്ത് കീപ്പോട്ട് കൊണ്ടുവരരുത്, ഇങ്ങനെ കൊണ്ടുവരിക മേപ്പോട്ട്. അപ്പം നമുക്കിനി ഞാനിപ്പോൾ കൈ ഒന്ന് കഴുകിയിട്ട് കുറേ നേരം വെച്ചേക്കാം, പക്ഷേ എനിക്ക് ടൈമില്ല കേട്ടോ. ഞാനത് നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മുഖത്ത് വെച്ചേക്കാം. എന്നിട്ട് അത് കഴുകി കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞ കോട്ടൺ തുണി വെച്ച് തുടച്ച് എടുക്കുകയോ ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇടണം. ഓക്കെ, ഞാനപ്പം എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ചെയ്ത് നോക്കണേ. കാപ്പിപ്പൊടിയും പഞ്ചസാരയും പാലും കൂടി കേട്ടോ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഈ ആദ്യത്തെ ഇത് തന്നെ നല്ല ഇതില്ലേ, കണ്ടോ? ഇങ്ങനെ പാടുപെടണ്ട, നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് കഴുകി കളഞ്ഞാലും മതി. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമുക്ക് ഇപ്പം ഞാനെല്ലാം തുടച്ച് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി കേട്ടോ. അല്ല, തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലേ അതിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞാനിത് കുറേ ഇച്ചിരി ഏറെ അങ്ങ് എടുത്തു പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഞാൻ കാണിക്കാം. അടുത്ത പാക്ക് ഇനി എന്തോ നമുക്ക് അപ്പോൾ കൂട്ടുകാരെ, അടുത്ത പാക്ക് എന്തുവാന്ന് ഞാൻ കാണിക്കാം. തൈരാണ് കേട്ടോ. തൈരും നമ്മുടെ കാപ്പിപ്പൊടി തന്നെ. കാപ്പിപ്പൊടി
ഇത് ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പുരട്ടുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കുറേ ടൈം വെച്ചേക്കണേ, അപ്പോൾ അത് അതിൻ്റേതായിട്ട് റിസൾട്ട് കിട്ടും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തൈരും കാപ്പിപ്പൊടിയും കൂടെ തന്നെ നമുക്ക് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുവാണേ. നിങ്ങൾക്ക് കുറേ ടൈം, ഞാനിത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ അല്ല, ഞാനിത് പെട്ടെന്ന് കഴുകി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്, ഇനിയും ജോലി കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊരു 10-25 മിനിറ്റ് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ ആദ്യത്തേത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും പാലും, രണ്ടാമത്തേത് കാപ്പിപ്പൊടിയും തൈരും. ഇത് ഉണങ്ങുന്നിടം വരെ ഇരിക്കാം കേട്ടോ. ഞാൻ പക്ഷേ അത്രയും ഇരിക്കുന്നില്ല, എനിക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി എങ്കിലും ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറേ ടൈം എടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു കല്യാണത്തിനോ വിരുന്നോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോവേണ്ട, ഫേഷ്യൽ ചെയ്യാൻ. അപ്പോൾ കണ്ടില്ലേ, കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇനി അടുത്തതൊന്നും കൂടിയുണ്ടേ. കടലമാവ് വേണ്ടിയത്. പക്ഷെ കടലമാവിന് പകരം ഞാൻ നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം, ഗോതമ്പൊടി ഉപയോഗിക്കാം. ഞാനപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാവേ. അപ്പോൾ കൂട്ടുകാരെ, അത് ഞാൻ കഴുകിയെടുത്തു. കണ്ടില്ലയോ, ഞാനിപ്പോൾ പുരട്ടിയതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യം എൻ്റെ മുഖം എങ്ങനെയായിരുന്നിരുന്നേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം. വെറുതെ കൊണ്ടുവന്ന് പിന്നെ എന്താ പറയുക, കഴുത്തിനു കൂടി ഇടാം കേട്ടോ. പക്ഷെ ഞാൻ കഴുത്തിനിടാത്ത, എൻ്റെ ഈ ഡ്രസ്സിലെല്ലാം വീഴും, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിടാത്ത കേട്ടോ. അപ്പോൾ ഇനി കഴുത്തിലൊക്കെ ഇടുന്ന വീഡിയോ ഞാൻ ഇനി അടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയത്, പാത്രം ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് വേണ്ടിയത് ഗോതമ്പ് പൊടി. കടലമാവാണ് ശരിക്കും വേണ്ടിയത്. അപ്പം ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫേസ് പാക്കാണ്. മുമ്പേ ചെയ്ത് നമ്മൾ മസാജിങ്ങാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ ഗോതമ്പ് പൊടി ഞാൻ എടുത്തു. ഇനി നമുക്ക് വേണ്ടിയത് പാല്. കസ്തൂരി മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞൾ ഇടാം. പാലൊഴിച്ചു.
ഞാൻ മറ്റേ മഞ്ഞളുണ്ട്, അത് ഞാൻ ഇടുന്നില്ല, അതൊക്കെ കെമിക്കലൊക്കെ ചേർന്നേയുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിൽ തേനുണ്ടെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ. ഞാൻ വേണ്ട തേൻ ചേർക്കുവാണ്, ശകലം തേൻ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിത് ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ശരിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്താടി ചെയ്യാം. എൻ്റെ ഉടുപ്പയിലൊക്കെ വീണു ഗൈസ്. ഇത് മസാജ് വേണ്ട കേട്ടോ, ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ തേച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് തേച്ചതാ. ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളേ. അപ്പം കണ്ടോ, നമുക്ക് നല്ല കട്ടിക്കിടാം കേട്ടോ. ഞാനിപ്പം അധികം കട്ടിക്കല്ല ഇട്ടേക്കുന്നേ. നമുക്ക് നല്ല കട്ടിക്കിടാം. എന്നിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്നാലും പ്രശ്നമില്ല. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് എനിക്കിവിടെ അടിച്ചു വരാനുണ്ട്, അടിച്ചു വരിയിട്ട് വരട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എൻ്റെ മുഖം കഴുകി വന്നു. ഇപ്പം നല്ല വൃത്തിയായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് ഫേസ് പാക്ക് ചെയ്യാനെ കൊണ്ട് പുറത്ത് പോവണ്ട, കടയിൽ പോയി വെറുതെ പൈസ കൊടുക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവം വെച്ച്, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ മുഖം വൃത്തിയാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇപ്പം എങ്ങനെയുണ്ട്? സുന്ദരിയായോ? അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക. പൊട്ട് ഞാൻ ടിഷ്യൂയിൽ എടുത്ത് വെച്ചേക്കുമായിരുന്നു. എൻ്റെ കയ്യിലെടുത്ത് വെച്ച് കയ്യിൽ കാപ്പിപ്പൊടി വീണപ്പോൾ ഞാൻ ടിഷ്യൂയിലെടുത്ത് കയ്യിലെ കാപ്പിപ്പൊടി തൂത്തു. അപ്പോൾ ടിഷ്യൂയിലൊട്ടി പൊട്ട്. അപ്പം വേറൊന്നുമില്ല, നമ്മുടെ മുഖത്താണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ഇതുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഫേസ് പാക്ക് ചെയ്യാൻ പുറത്ത് പോവണ്ട. എൻ്റെ ത്രെഡ് ചെയ്യാറായി, എൻ്റെ പിരികം. അപ്പം വൃത്തിയായില്ലേ? അപ്പം സുന്ദരിയാവാൻ വേണ്ടിയിട്ട് പുറത്ത് പോവണ്ട, പൈസ കളയണ്ട. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഇത് സംഭവം തന്നെ എടുത്ത് പിന്നെ മുഖം വൃത്തിയാക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും വീഡിയോ കാണണം. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണേ. കണ്ടോ, ഇപ്പം എൻ്റെ മുഖത്ത് നല്ല ഇതില്ലേ? അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ കൂട്ടാക്കണേ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്. എല്ലാ കൂട്ടുകാർക്കും ബായ്.